നമ്മുടെ കൂട്ടരല്ല. ഷോർട്ട് സ്റ്റോറി ഓഫ് പോസിറ്റീവ് തോട്ട്. പെട്ടെന്നുള്ള ഏതാനും ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്ന ആൾ ബെന്നിച്ചൻ്റെ കയ്യിൽ 4000 രൂപ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തേക്ക്, പക്ഷേ പിച്ചക്കാർക്ക് വേണ്ട, അവർ മുഴുവൻ മാഫിയക്കാരാ. അവന് സന്തോഷമായി. തന്നിൽ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഇത് ഏൽപ്പിച്ചത്. മാത്രമല്ല, നന്മയുടെ അംശം പുണ്യമായി ദൈവം സ്വന്തം അക്കൗണ്ടിൽ ഇടുന്ന പണിയാണല്ലോ. ആർക്കാണ് കൊടുക്കുക? 3 സാധുക്കളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. അതിൽ യോഗ്യതയിൽ മുന്നിൽ നിൽക്കുന്ന സ്ത്രീക്ക് കൊടുക്കാമെന്ന് തീരുമാനമായി. ബെന്നിച്ചൻ്റെ ബന്ധുവീടിൻ്റെ അയൽപ്പക്ക വീട്ടിലെ ആ സാധു സ്ത്രീക്ക് ചെറുപ്പം മുതൽക്കേ ആസ്തമയും മറ്റു ചില രോഗങ്ങളും ഉള്ളതിനാൽ കല്യാണം കഴിച്ചില്ല. മാതാപിതാക്കൾ മരിച്ചു. ഇപ്പോൾ ഏകദേശം 60 വർഷം പഴക്കമുള്ള എല്ലും തോലുമായ ശരീരം. സഹായിക്കാൻ വരുന്ന കുടിയനായ ബന്ധു അവരുടെ കയ്യിൽ നിന്നും ഏതു കാര്യത്തിനും അമിത കൂലി ഈടാക്കുന്നുമുണ്ട്. മാത്രമല്ല, ആ ദരിദ്ര വീട്ടിൽ നിന്നും മോഷ്ടിക്കുകയും ചെയ്യും. ബെന്നിച്ചന് നേരിട്ട് സ്ത്രീയുമായി പരിചയമില്ലാത്തതിനാൽ ബന്ധു വീട്ടിൽ കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ ബന്ധു വീട്ടിൽ പോയി. അവിടെയുള്ള ആൻറ്റി പെൻഷൻ പറ്റിയ ടീച്ചറാണ്. കാര്യം അവതരിപ്പിച്ചപ്പോൾ ഇതിൽ വലിയ താല്പര്യം കാട്ടാതെ അവർ പറഞ്ഞു, 4000 രൂപയോ? നിനക്ക് നിർബന്ധമാണെങ്കിൽ 1000 രൂപ കൊടുത്തേക്കാം. രോഗിയായ സ്ത്രീയെ വിളിച്ച് രൂപ അപ്പോൾ തന്നെ കൊടുക്കുകയും ചെയ്തു. 3000 നീ വേറെ എവിടെയെങ്കിലും കൊടുത്തു. അതെന്താ ആൻറ്റി, അവർക്ക് മരുന്ന് മേടിക്കാൻ പറ്റുമല്ലോ. അതല്ല പ്രശ്നം, നീ ഇതങ്ങ് കൊടുത്തിട്ട് പോകും. പക്ഷേ ഇങ്ങനൊരു ദുശീലമിട്ടാൽ അടുത്ത മാസം മുതൽ എന്നോട് ചോദിക്കാൻ തുടങ്ങും. അത്രയും അനുഭവ പരിചയമുള്ള ടീച്ചർ പറഞ്ഞാൽ അതിൽ കാര്യം കാണുമെന്ന് വിചാരിച്ച് ബെന്നിച്ചൻ അവിടുന്ന് സ്ഥലം വിട്ടു. ഇനിയാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. ടീച്ചറിൻ്റെ ആങ്ങളയുടെ മകനെ 1 മാസം കഴിഞ്ഞ് ഒരു കല്യാണ സൽക്കാരത്തിനിടെ ബെന്നിച്ചൻ കണ്ടു. അവർ അടുത്തടുത്താണ് ഇരുന്നത്. സമകാലിക വിഷയങ്ങൾ പറയുന്നതിനിടയിൽ അല്പം വീട്ടുകാര്യങ്ങളും പറഞ്ഞു. എടോ ബെന്നിച്ച, നീ ടീച്ചർ ആൻറ്റിയുടെ വീട്ടിൽ വന്നപ്പോൾ രൂപ വെട്ടിക്കുറച്ചത് അവർ കടം ചോദിക്കുമെന്നോർത്തൊന്നുമല്ല. ആ പിന്നെന്താ പ്രശ്നം? നമ്മുടെ കൂട്ടർക്ക് കൊടുക്കാതെ ഇവനെന്തിനാ കൂട്ടർക്ക് കൊടുക്കുന്നതെന്ന് ടീച്ചർ എൻ്റെ അമ്മയോട് പറഞ്ഞടാ. ബെന്നിച്ചൻ അന്തം വിട്ടു. കഷ്ടം, ടീച്ചർ എത്ര സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ടാണ് അന്ന് എന്നോട് കള്ളം ബോധിപ്പിച്ചത്. 100 കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു വിട്ടിട്ടും നിഷ്പക്ഷമായി ചിന്തിക്കാനുള്ള അറിവില്ലാതെ പോയല്ലോ. പഴയ അടിയാൻ കുടിയാൻ ജന്മി സമ്പ്രദായമൊക്കെ അവരുടെ മനസ്സിൽ നിന്നും ഇനിയും ഒഴിഞ്ഞു പോയിട്ടില്ല.